ബിറ്റ് കോയിന് ഇത്രയധികം ഡിമാൻഡ് വരാനായിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്നുള്ള വളരെ വലിയൊരു ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നോളജിയും വളരെ വലിയ ഒരു ഘടകം തന്നെയാണ്. പക്ഷേ ഏറ്റവും അടിസ്ഥാനമായിട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിന് ഇത്രയധികം ഡിമാൻഡ് വന്നതും. അതിനുശേഷം ബിറ്റ് കോയിനെ പിന്തുടർന്നുകൊണ്ട് പല ഓൾട്ട് കോയിനുകളും മാർക്കറ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വന്നു. അവയെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്റ്റുകൾക്കൊപ്പം തന്നെ ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളും വന്നു. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ എന്താണെന്ന്, അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പാൻകേക്ക് സ്വാപ്പ് ആയാലും യൂണിസ്വാപ്പ് ആയാലും അങ്ങനെ ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. ഇപ്പോൾ യൂണിസ്വാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്തേറിയം ബ്ലോക്ക് ചെയിനകത്ത് വരുന്ന നേറ്റീവ് ക്രിപ്റ്റോ കറൻസികൾ തമ്മിൽ സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അതുപോലെ പല എക്സ്ചേഞ്ചുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു എക്സ്ചേഞ്ചാണ് ആസ്ഗാഡെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ആസ്ഗാഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ബ്ലോക്ക് ചെയിനുകളിലുള്ള നേറ്റീവ് ക്രിപ്റ്റോ കറൻസികൾ നമുക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രത്യേകതയാണ് ആസ്ഗാഡെക്സിനെ മറ്റുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്നത്. ഈ ആസ്ഗാഡെക്സ് എന്ന് പറയുന്നത് തോർചെയിൻ്റെ ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് തോർചെയിനെ പറ്റിയിട്ടാണ്. എന്താണ് തോർചെയിൻ എന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. മറ്റുള്ള പ്രൊജക്റ്റുകളെ പോലെ ഈ ഒരു തോർചെയിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിന് ഫൗണ്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. 2018 നടന്ന ഒരു ബൈനാൻസ് ഹാക്കത്തോണിൽ വെച്ചിട്ട് ഒരു കൂട്ടം ക്രിപ്റ്റോ കറൻസി ഡെവലപ്പേഴ്സാണ് ഈ ഒരു പ്രൊജക്റ്റിന് രൂപം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്റ്റിന്റെ എല്ലാ റിസോഴ്സുകളും അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് അടക്കം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു തോർചെയിൻ കമ്മ്യൂണിറ്റിയാണ്. ഒരു ഓപ്പൺ സോഴ്സ് കോഡാണ് ഈ ഒരു തോർചെയിനിലുള്ളത്. ഈ ഒരു കോഡ് 7 തവണ ഓഡിറ്റിംഗ് നടത്തിയ ശേഷമാണ് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. ഈ ഒരു കോഡിന്റെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഓഡിറ്റിംഗ് ഫേംസ് ആയ സെർട്ടിക്കും ഗോൺലെറ്റും ഒക്കെയാണ്. ഈ ഒരു തോർചെയിൻ്റെ നേറ്റീവ് ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ റൂൺ എന്ന് പറയുന്ന ഒരു ടിക്കർ സിമ്പലിൽ ട്രേഡ് ചെയ്യുന്ന തോർ എന്ന് പറയുന്ന കോയിൻ. ഈ ഒരു ടോക്കൺ ബൈനാൻസ് ഇനീഷ്യൽ എക്സ്ചേഞ്ച് ഓഫറിങ്ങിനും പ്രൈവറ്റ് സെയിലിനും ഇടയിൽ കളക്ട് ചെയ്തത് $2 മില്യൺ. ഈ തോർചെയിൻ എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ക്രോസ് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ്. ഈ ഒരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് 2 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ കെയോസ് നെറ്റ് ലൈവ് ആയത്. 2020 ബൈനാൻസ് സ്മാർട്ട് ചെയിനിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ബെബ്സ്വാപ്പ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഈ കെയോസ് നെറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുകൂടാതെ തോർചെയിൻ കമ്മ്യൂണിറ്റി പലതരത്തിലുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെ ഇന്റർഫേസുകൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഈ ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഈ ഒരു തോർചെയിൻ എന്ന് പറയുന്ന പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി തോർചെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കോസ്മോസ് SDK യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തോർചെയിൻ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ ബ്ലോക്ക് ചെയിൻ ഫ്രെയിംവർക്കാണ് കോസ്മോസ് SDK എന്ന് പറയുന്നത്. ടെൻഡർമിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് ഓഫ് സ്റ്റേക്ക് കൺസെൻസസ് അൽഗോരിതമും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ടെൻഡർമിനെ പറ്റിയിട്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വീഡിയോ ആണ്, ഏത് പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണെന്നുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യാം. കറന്റ് 76 വാലിഡേറ്റഡ് നോഡുകളാണ് ഈ ഒരു തോർചെയിനിലുള്ളത്. 320 വാലിഡേറ്റഡ് നോഡുകൾ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഇത് ഓരോ നോഡുകളും മിനിമം 1 മില്യൺ റൂൺ ടോക്കണെങ്കിലും സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. ഒരു വാലിഡേറ്റഡ് നോഡ് ആവാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 1 മില്യൺ റൂൺ ടോക്കണുകൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിലുള്ള ഓരോ വാലിഡേറ്റഡ് നോഡുകളും 3 ദിവസം കൂടുന്തോറും മാറി മാറി വരുന്നതായിരിക്കും. ഈ ഒരു തോർചെയിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടോകോളിൻ്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അപ്ഗ്രേഡുകളെല്ലാം വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നടത്താനും വേണ്ടിയിട്ടാണ് ഇവർ ഈ രീതിയിൽ 3 ദിവസം കൂടുമ്പോൾ വാലിഡേറ്റഡ് നോഡുകളെ മാറ്റി വെക്കുന്നത്. ഇനി ഈ വാലിഡേറ്റഡ് നോഡുകളുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിനുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കണക്റ്റിംഗ് ലെയർ ആയിട്ട് ബൈഫ്രോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ് ഈ ഒരു മോണിറ്ററിങ്ങിന് ഇവരെ സഹായിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 2 ബിറ്റ് കോയിൻ ഉണ്ട്. എനിക്ക് ആ 2 ബിറ്റ് കോയിൻ ഈക്വലൻ്റ് ആയിട്ടുള്ള എത്തേറിയം വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ആ 2 ബിറ്റ് കോയിൻ തോർചെയിൻ്റെ കസ്റ്റഡിയിലുള്ള ബിറ്റ് കോയിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു വാലിഡേറ്റഡ് നോഡുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ ഒരു നോഡ് മാത്രം ഈ ഒരു ട്രാൻസാക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു എത്തേറിയം കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ട്രേഡ് അവിടെ നടക്കില്ല.
2 വാലിഡേറ്റഡ് നോഡുകളും, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള വാലിഡേറ്റഡ് നോഡുകളിൽ 2 ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയുള്ളൂ. അങ്ങനെ ഇവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ കസ്റ്റഡിയിലുള്ള എത്തേറിയം വാലറ്റിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള, ഞാൻ കൊടുത്ത 2 ബിറ്റ്കോയിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എത്തേറിയം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എൻ്റെ വാലറ്റ് അഡ്രസ്സിലേക്ക് ഇവർ അയക്കുന്നതായിരിക്കും. ഈ രീതിയിലാണ് തോർച്ചെയിനകത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് തോർച്ചെയിൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി അതിൻ്റെ പ്രൈസ് അനാലിസിസിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 62ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് തോർച്ചെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വെറും $3, $3.64. കഴിഞ്ഞ 24 മണിക്കൂറിൽ 26% ഒരു ഡൗൺ മൂവ്മെൻറ്റ് ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ $21 തോർച്ചെയിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അപ്പോൾ $21 നിന്ന് എത്ര താഴെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റൂൺ USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ റൂൺ നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആ ഒരു ബുൾ മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ ആ ഒരു ബുൾ മൂവ്മെൻറ്റ് എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ റൂൺ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വില കുറവിൽ നമുക്ക് ഈ ഒരു കോയിൻ ഇനി വാങ്ങിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ചുകൊണ്ട് ചാടി കയറി ഇതിലൊരു എൻട്രി എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡാണ്. ഒരു ഡൗൺ ട്രെൻഡിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോങ് ടൈമിലേക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 വർഷത്തേക്ക് 3 വർഷത്തേക്കൊക്കെ അല്ലെങ്കിൽ അതിന് മേലേക്കൊക്കെയാണ് നിങ്ങളൊരു പൊസിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങളൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള പൊസിഷനൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ ഇപ്പോൾ ഈ ഒരു റൂൺ എന്ന് പറയുന്ന കോയിനിൽ എടുക്കാനായിട്ട് പാടില്ല. ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി റൂൺ എന്ന് പറയുന്ന കോയിനിലുള്ളൂ. അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നൊരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 16.435 എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള $21 എന്ന് പറയുന്ന പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ സംഭവിച്ച ഒരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടി ഇവിടെ നമ്മളൊരു പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 176% പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഓൾ ടൈം ഹൈ പ്രൈസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 242% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു തോർച്ചെയിനിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കോയിൻ തന്നെയാണ് തോർച്ചെയിൻ എന്ന് പറയുന്നത്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉടനെ കാണാൻ സാധിക്കുന്ന ഒരു കോയിനും കൂടിയാണ് തോർച്ചെയിൻ എന്ന് പറയുന്നത്. കാരണം അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോൾ ആ തോർച്ചെയിൻ എന്ന് പറയുന്ന കോയിൻ നിൽക്കുന്നത്. സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇത് ആരും തന്നെ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തോർച്ചെയിൻ എന്ന് പറയുന്ന നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കാണ്. ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കിട്ട് സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.